ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനെ അണിയിച്ചൊരുക്കി തൊട്ടിലിരുത്തുവാണ് നമ്മുടെ ശ്രുതിയും മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും എല്ലാവരും കൂടിയിട്ട്. അപ്പം അതിനുശേഷം നമ്മുടെ അഞ്ജലി ഒരുപാട് പ്രാവശ്യം അശ്വിനെ വിളിക്കുന്നുണ്ട് പൂജയ്ക്ക് ഇരിക്കാൻ വേണ്ടി. പക്ഷെ അശ്വിൻ പറയും എനിക്കിതിലത് വിശ്വാസമില്ല, ഞാൻ പൂജയ്ക്ക് ഇരിക്കൂല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ മുകളിൽ പോയി പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട്, നെയ്യ് എടുത്തിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് പറയുന്നുണ്ട്. ഇത് നീ കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ നെയ്യ് കൊടുക്കുന്നുണ്ട്. ഇത് അഞ്ജലി ചേച്ചി തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നെയ്യ് കൊടുക്കുമ്പോഴാണ് ശ്രുതി ആ കാര്യം ശ്രദ്ധിക്കണത്. വേറൊന്നുമല്ല, നമ്മുടെ ആ നെയ്യ് കൊടുക്കുന്ന സമയത്ത് അശ്വിൻ്റെ ഷർട്ടിൽ നെയ്യ് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ വെണ്ണയാണ് കേട്ടോ, വെണ്ണ നെയ്യ് അതിലെന്തോ ആണ്. അപ്പോൾ ആയിട്ടുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇത് നോക്കി സാറിൻ്റെ മേത്ത് കുറച്ച് നെയ്യും വെണ്ണയൊക്കെ ആയിട്ടുണ്ട്, ഇതിനർത്ഥം ശ്രീകൃഷ്ണന്റെ പ്രസൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ ഒന്ന് പോ അവിടെ നിന്ന്, എനിക്കിതൊന്ന് കഴുകി വൃത്തിയാക്കേണ്ട കാര്യമില്ല, നീ പറഞ്ഞ പോലെ തന്നെ തത്വം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് പറയുമ്പോൾ എല്ലാ സത്യമായിട്ടും ഇതൊക്കെ നമുക്കൊരു നിമിത്തമാണ്. ശ്രീകൃഷ്ണന്റെ പ്രസൻസ് ശരിക്കും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സാർ എന്തായാലും ഇന്ന് പൂജയ്ക്ക് ഇരിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ മുകളിൽ കയറി പോവാണ്. അപ്പം ശ്രുതി മുത്തശ്ശിയെടുത്തും മഞ്ജരിയെടുത്തൊക്കെ പറയുന്നുണ്ട്, അശ്വിൻ്റെ ദേഹത്ത് നെയ്യ് ഇങ്ങനെ പുരണ്ടിട്ടുണ്ട്, അതിനർത്ഥം ശ്രീകൃഷ്ണന്റെ പ്രസൻസ് ഉണ്ട്, എന്തായാലും അശ്വിൻ സാറിൻ്റെ അടുത്ത് ഇന്ന് പൂജയിൽ ഇരിക്കണമെന്ന് പറയണമെന്ന് പറയാണ് ശ്രുതി. അതനുസരിച്ച് അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ടടാ പൂജയിൽ ഇരിക്കടാന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറഞ്ഞു ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുവാണ്. അതിനുശേഷം ശ്രുതിക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുവാണ് അശ്വിനെ പൂജക്ക് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ പല പല ഐഡിയാസ് നോക്കും കേട്ടോ. അതിനുശേഷം ലാവണ്യ അടുത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഐഡിയ പറയാം, വർക്കൗട്ട് ആവണമെങ്കിൽ അശ്വിൻ സാറിന് ലാവണ്യമയുടെ പൂജക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും കൂടി ആവും. ആ സമയത്ത് ലാവണ്യ അങ്ങനെയാകും, അതേന്നേ പൂജ കൊണ്ടുവരാൻ ഒരു ഐഡിയ ഞാൻ ലാവണ്യമേടത്ത് പറഞ്ഞുതരാം, ലാവണ്യ മേഡം അതല്ലാത്ത ലാവണ്യ മേഡത്തിൻ്റെ ഐഡിയ ആണെന്ന് പറയണം. അപ്പം അങ്ങനെ അശ്വിൻ സാരം താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ലാവണ്യ മേഡത്തിന് കിട്ടും, മുത്തശ്ശിക്ക് ലാവണ്യ മേഡത്തിന് ഇഷ്ടം തോന്നും എന്ന് പറയുവാണ്. എന്താ നിങ്ങളുടെ ഐഡിയ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ലാവണ്യയുടെ ചെവിയിൽ ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ്. വേറൊന്നുമല്ല, ലൈറ്റ് ഓഫ് ചെയ്യുക. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അശ്വിന് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിലത്തേക്ക് ഇറങ്ങി വരും. നിലത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തീപ്പെട്ടി പൂജ റൂമിലാണ് വെക്കുന്നത്. അപ്പം ആ തീപ്പെട്ടി കൊളുത്തിയിട്ട് അവിടെ എന്തെങ്കിലും കത്തിക്കും. അതാണ് അവരുടെ ഐഡിയ. അപ്പം നമ്മുടെ ലാവണ്യ പറയും ഇത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറയുവാണ്. അതിനുശേഷം മുത്തശ്ശിയുടെ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ലാവണ്യ ഓടിപ്പോയിട്ട് മുത്തശ്ശിയുടെ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, എങ്ങനെയെങ്കിലും അശ്വിൻ സാറിന് നിലത്തേക്ക് കൊണ്ടുവരായിട്ട് പൂജയിൽ പങ്കെടുപ്പിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയുവാണ്. അങ്ങനെ അശ്വിൻ പണിയെടുക്കുന്ന സമയത്ത് ശ്രുതി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്യുമ്പോൾ വിചാരിച്ച പോലെ തന്നെ അശ്വിൻ നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്താ പവർ കട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിലത്തേക്ക് ഇറങ്ങി വരണം. അതിനുശേഷം പൂജാറമ്പിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിക്കാൻ വിളക്ക് ഇങ്ങനെ തീപ്പെട്ടി വരച്ചിട്ട് അവിടെ ഒരു തിരി ഉണ്ടാവും, ആ തിരി കത്തിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി ലൈറ്റ് ഓൺ ചെയ്യുവാണ്. നോക്കുമ്പോൾ അശ്വിനാണ് ആ പൂജക്കുള്ള ആ വിളക്ക് കത്തിച്ചേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ലാവണ്യയുടെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ലാവണ്യയുടെ ഐഡിയ കൊള്ളാം, അശ്വിൻ തന്നെ നിലത്തേക്ക് ഇറങ്ങി വന്ന് പൂജകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി അശ്വിൻ്റെ കയ്യിലേക്ക് വിളക്കിട്ട് ആരതിയെ കുഴിയാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പൂജയിൽ അശ്വിൻ പങ്കെടുത്തല്ലോ. അതിനുശേഷം എല്ലാവരും വിചാരിക്കും അത് ലാവണ്യയുടെ ഐഡിയ ആണെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ലാവണ്യ ശ്രുതിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, ദേ കാർട്ടൂൺ ബേബി നിന്റെ ഐഡിയ എന്തായാലും വർക്കൗട്ടായി, മുത്തശ്ശിക്കൊക്കെ എന്നോട് ചെറിയൊരു ഇഷ്ടം ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്, നീ ദൈവത്തെ ഓർത്ത് ഇത് നിന്റെ ഐഡിയ എന്ന് ആർത്തും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ ഈ ഐഡിയ പറഞ്ഞു തന്നത് തന്നെ ലാവണ്യ മേഡത്തിന് അശ്വിൻ സാറാ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുവാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കണം. നമ്മുടെ അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിൻ ലാവണ്യനെ വിളിക്കുകയാണ് മുകളിലേക്ക്. എന്നിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, നീ ശ്രുതി പറഞ്ഞ പോലെ തന്നെ എന്നെ കോമാളിയാക്കാൻ വേണ്ടി നോക്കിയല്ലേ, അപ്പം നീയും കൂടി കൂട്ടി നിന്നിട്ടാണ് എന്നെ കോമാളിയാക്കിയല്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. ബൈ ബൈ.